Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ടല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഒബ്സ്റ്റാക്കിൾസ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള ചില കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബില്ലിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, ഡിസ്ചാർജ് പ്ലാനിംഗ് ഡ്യൂറിംഗ് അഡ്മിഷൻ, ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ, ബെറ്റർ ബെഡ് മാനേജ്മെന്റ്, എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ചസ് ദ വാർഡ് അസാർ. ഇത്രയും കാര്യങ്ങളായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്, അതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഓക്കെ, അതിനകത്ത് പർപ്പസ് വരുന്നുണ്ട്. പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഉദ്ദേശം. അതായത് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന്റെ പോളിസികളും അതുപോലെ തന്നെ അതായത് നയങ്ങളും നടപടിക്രമങ്ങളും എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. അതിനകത്ത് ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത് പർപ്പസ് ആണ്. അതായത് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന്റെ ഉദ്ദേശം എന്താണെന്ന്. ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പോകുന്ന രോഗികൾക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുക. അതാണ് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് ചോദിച്ചാല് നിങ്ങൾ ആൻസർ ആയിട്ട് പറയേണ്ടത് എന്താണ്? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഓക്കെ, ദെൻ അടുത്തത് പോളിസി. പോളിസിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 12 പോയിന്റ് പറയുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പറയുന്നത്, ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ discharged effectively and efficiently along the most favorable resources. അതായത് ആശുപത്രിയിലുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് രോഗികളെ ഫലപ്രദമായും കാര്യക്ഷമമായും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ എന്താണ്, ധാരാളം റിസോഴ്സസ് ഉണ്ട് അല്ലെ. അവിടെ സ്റ്റാഫിന്റെ അവൈലബിലിറ്റി ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, ഓരോരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ രോഗിക്ക് കൊടുത്തുകൊണ്ട് അവരെ കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യുക, അതായത് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും എന്ത് ചെയ്യുക, അവർക്ക് ഡിസ്ചാർജ് അനുവദിക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ്. Then രണ്ടാമത്തെ പോയിന്റ്, an authorized hospital discharge shall only be made by an order from the primary consultant. However, a patient may discharge himself, herself against medical advice. Okay, അതായത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് അത് നമുക്ക് തരുന്നത് ഒരു പ്രൈമറി കൺസൾട്ടന്റ് ആണ്. മീൻസ് ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ആണ് എന്ത് തരുന്നത്, നമുക്ക് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് തരുന്നത്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ പേഷ്യന്റ് എന്ത് ചെയ്യാം, AMA വാങ്ങിച്ച് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി പോകാം. ഇതൊക്കെ പോളിസികളാണല്ലോ, പോളിസികളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു പ്രൈമറി കൺസൾട്ടന്റ് എന്ത് ചെയ്യണം, അതായത് അയാളുടെ നിർദ്ദേശപ്രകാരം അയാൾ സൈൻ ചെയ്തുകൊണ്ട് രോഗിയെ ഡിസ്ചാർജ് ചെയ്യണം. അല്ലെങ്കിൽ രോഗിക്ക് എന്ത് ചെയ്യാം, AMA വാങ്ങിയിട്ട് പോകാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, the consultant or his designee shall document discharge instructions in the patient medical record at the time of anticipated discharge. അതായത് ഡിസ്ചാർജ് സമയത്ത് ഒന്നില്ലെങ്കിൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ കൺസൾട്ടന്റിന്റെ അസിസ്റ്റന്റ് ഇവരെന്ത് ചെയ്യണം, ഡിസ്ചാർജ് ആകുന്ന പേഷ്യന്റിന്റെ അടുത്ത് ചെന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡില് എല്ലാ കാര്യങ്ങളും പോയിന്റ് ചെയ്യണം. ഓക്കെ, ഡിസ്ചാർജ് എപ്പോഴാണോ, അതായത് ഒരു 10 മണിക്കാണ് രാവിലെ രോഗിക്ക് ഡിസ്ചാർജ് കൊടുക്കുന്നതെങ്കിൽ ആ 10 മണിക്ക് തന്നെ എന്ത് ചെയ്യണം, രോഗിയുടെ അടുത്ത് ചെന്നിട്ട് അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ, അയാളുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, 3 പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആശുപത്രിയിലെ ഫലപ്രദമായിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗിയെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പ്രൈമറി കൺസൾട്ടന്റ് ആണ് എന്ത് കൊടുക്കുന്നത്, ഡിസ്ചാർജ് കൊടുക്കുന്നത്. ആ ഒരു ഡിസ്ചാർജിനെ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ രോഗി എന്ത് ചെയ്യാം,
തന്നിഷ്ടപ്രകാരം ഹോസ്പിറ്റൽ വിട്ട് പോകാം. അതിനെ എന്ത് പറയില്ല? ഓതറൈസ്ഡ് ഡിസ്ചാർജ് എന്ന് പറയില്ല. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഡിസ്ചാർജ് വേളയിൽ, അതായത് ഡിസ്ചാർജ് സമയത്ത് രോഗിയുടെ കൂടെ അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ടീഷൻസ് മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. ക്ലിയർ ആണോ? 3 പോയിന്റും ക്ലിയർ ആണോ അപ്പൊ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ. Then fourth point, a discharge summary shall be prepared and all patients are provided with a discharge summary at the time of discharge. ഓക്കെ, അതായത് എല്ലാ പേഷ്യൻസിനും ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ള സന്ദർഭത്തിലാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു കാർഡ് അവർ തരും നമുക്ക്. ഓക്കെ, ആ കാർഡിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ മരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് സമ്മറി എല്ലാ പേഷ്യൻസിനും, ഡിസ്ചാർജ് ആകുന്ന എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണോ ഡിസ്ചാർജ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് എന്ത് കൊടുക്കുന്നത്? ഈ ഒരു ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റിന്റെ കയ്യിൽ കൊടുക്കുക. ഓക്കെ. Then അഞ്ചാമത്തെ പോയിന്റ്, the ward sister shall be the responsible person to ensure compliance with the policy like billing, duration to finish a discharge process, etc. അതുപോലെ തന്നെ ഒരു വാർഡിലാണല്ലോ നമ്മൾ അഡ്മിറ്റ് ആയിട്ട് കിടക്കുക. അപ്പോ വാർഡില് അല്ലെങ്കിൽ റൂമിലായിരിക്കാം അഡ്മിറ്റ് ആയി കിടക്കുന്നത്. എന്തായാലും ആ വാർഡില് ഒരു സൂപ്പർവിഷൻ കൊടുക്കുന്ന ഒരു വാർഡ് സിസ്റ്റർ ഉണ്ടാകും. ആ വാർഡ് മേൽനോട്ടം വഹിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടാകും. ആ സിസ്റ്റർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ ഒരു അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. സിസ്റ്റർ എന്താ ചെയ്യേണ്ടത്? ബില്ലിങ്, അതുപോലെ തന്നെ ഡിസ്ചാർജിന് എത്ര സമയം വരുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? വാർഡ് സിസ്റ്റർ ആണ്. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഡോക്ടർ രാവിലെ തന്നെ വന്നിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് അനുവദിക്കുക അല്ലെ? റൗണ്ട്സിന് വരുമ്പോൾ ഒരു 9:30 അല്ലെങ്കിൽ 10, 10:30, 11 മണിക്കുള്ളിൽ എന്തായാലും ആര് വന്നിരിക്കും? ഡോക്ടേഴ്സ് സാധാരണ വന്നിരിക്കും. ഇനി ചില സർജറി ടൈമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അപ്പോഴാണ് അവര് ലേറ്റ് ആവുക. അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് റൗണ്ട്സ് എന്ന് പറയുന്നത് ലേറ്റ് ആവുന്നത്. ഹോസ്പിറ്റലിൽ രാവിലെ തന്നെയാണ് റൗണ്ട്സ് എപ്പോഴും നടക്കുക. അപ്പൊ വരുമ്പോൾ നമുക്കിപ്പോ ഒരു 10 മണിക്കാണ് ഡോക്ടർ വരുന്നതെങ്കിൽ ആ 10 മണിക്ക് നമുക്ക് ഡിസ്ചാർജ് ഡോക്ടർ തന്നതാണ്. പക്ഷെ നമുക്ക് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റുമോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ആ 10 മണിക്ക് നമുക്ക് ഡിസ്ചാർജ് തന്നു, 10:30 നമുക്ക് പാക്ക് ചെയ്ത് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല അല്ലെ? എന്തുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തേ? അപ്പൊ തന്നെ പൊയ്ക്കൂടെ? അപ്പൊ തന്നെ നമുക്ക് എന്തായാലും ഡിസ്ചാർജ് തന്നു, ഇനി എന്തായാലും നമുക്ക് പോവാം അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആവുന്നത്? ബില്ലിങ്ങിന്റെ ഇഷ്യൂ കാരണം അല്ലെ? കാരണം നമ്മൾ മാത്രമല്ല ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. പല പല വാർഡുകളിലുണ്ട്, കുറേ അധികം പേഷ്യൻസ് അവിടെ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഇവരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ടൈം തന്നെ ആയിരിക്കും ചിലപ്പോൾ അവർക്കും എന്ത് കൊടുക്കുക? ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇവരുടെയൊക്കെ ബില്ലുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് നോക്കാനായിട്ട് എന്ത് വേണം? കുറേ സമയം നമ്മൾ കാത്തിരിക്കണം. ഓക്കെ, അപ്പൊ അവരുടെ നമ്മുടെ ബില്ല് എപ്പോഴാണോ റെഡി ആവുന്നത്, എന്തുകൊണ്ടാണ് വൈകാനായിട്ട് കാരണം, അങ്ങനെയുള്ള റീസൺസ് ഒക്കെ നമ്മളോട്, അതായത് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, ബില്ലിങ് വൈകാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്ന സമയം, ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയം എന്തുകൊണ്ടാണ് വൈകാനുള്ള കാരണം, അതൊക്കെ അറിയേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് വാർഡ് സിസ്റ്റർക്കാണ്. ഓക്കെ. Then sixth point, the discharge summary shall contain all patient details. അതായത് ഡിസ്ചാർജ് സമ്മറിയില് പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ വിവരങ്ങളും, അതായത് രോഗി എന്തിനാണ് വന്നത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ നടത്തിയത്, എന്ത് മെഡിക്കേഷൻസ് ഒക്കെയാണ് രോഗി കഴിച്ചത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് എന്തിലുണ്ടാകും? ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടാകും. ഓക്കെ. Then seventh point, in case of death, the discharge summary must include the cause of death. Okay. ഇനി ഡെത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെത്ത് എന്ന് പറയുന്നതും ഒരു ഡിസ്ചാർജ് തന്നെയാണ് അല്ലെ? അതായത് മരണം സംഭവിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ബോഡി വിട്ടുകൊടുക്കുന്നത് വരെയുള്ള, അതായത് ഡെഡ് ബോഡി, അതായത് ആ ഒരു മൃതദേഹം വിട്ടുകൊടുക്കുന്നതും ഡിസ്ചാർജ് പ്രോസസ്സിലാണ് വരുന്നത്. ഇനി മരണം സംഭവിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയില്, അവരുടെ ഡിസ്ചാർജ് സമ്മറിയില് എന്തുകൊണ്ടാണ് അവര് മരിച്ചതെന്നുള്ളൊരു റീസൺ എന്തായാലും രേഖപ്പെടുത്തിയിരിക്കണം.
ഓക്കെ, ചില പേഷ്യൻസ് വരുമ്പോൾ ചിലവർക്ക് സെറിബ്രൽ ഹെമറേജ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ടാണ് പേഷ്യന്റ് മരിക്കുന്നത്. അപ്പോ അങ്ങനെ മരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ മരണ കാരണം, ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്ന് ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകണം. ഓക്കെ, then എട്ടാമത്തെ പോയിന്റ്, the nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient, family. Understanding shall be recorded in document on the discharge checklist by getting signed by patient, family. Okay. അതായത് ഡിസ്ചാർജ് സമ്മറി കംപ്ലീറ്റ് ആക്കേണ്ടതും രോഗിക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് ഡിസ്ചാർജ് സമ്മറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും നഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതായത് ഡിസ്ചാർജ് സമ്മറി ഇപ്പൊ ഡോക്ടർ എഴുതി കൊടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും, ഡിസ്ചാർജ് സമ്മറിയിലുള്ള കാര്യങ്ങൾ, അതായത് ഡോക്ടർ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് ആണ്, രോഗിക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഇത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഡിസ്ചാർജ് സമ്മറിയിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? അത് ഈ ഒരു നഴ്സിന്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കൂടാതെ രോഗി അല്ലെങ്കിൽ ഇപ്പോ ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും സൈൻ ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിലെ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തണം. അതായത് ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ, ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് പൂർത്തിയാക്കേണ്ടതും അതിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും വാർഡ് സിസ്റ്റർ ആണ് അല്ലെ. ഇപ്പൊ രോഗി അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങൾ നഴ്സിന്റെ കേട്ടു എന്ന് ഉറപ്പ് ആക്കി കഴിഞ്ഞാല് അവരുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കണം? സൈൻ വാങ്ങിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഗവൺമെന്റ് തരികയാണ്, ഓക്കെ, ഒരു ഫാമിലിക്ക് ഒരെണ്ണം എന്ന രീതിയിലായിരിക്കും ചിലപ്പോ എന്തെങ്കിലും കിറ്റുകളാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാകാം, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തരികയാണെങ്കിൽ ഓരോ ഫാമിലീസിനും ഒരെണ്ണം ഇതാണ് തരുന്നത്. നമ്മളത് മേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കൊടുക്കണം? സൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ. എന്തിനു വേണ്ടി സൈൻ ചെയ്ത് കൊടുക്കണേ? നമ്മളത്, അതായത് നമുക്കത് കിട്ടി, അവർക്കത് കൊടുത്തു എന്നതിന് ഉത്തമ ബോധ്യം വരുത്താൻ തെളിവ്, ഒരു പ്രൂഫായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ നഴ്സ് ഇത്തരം കാര്യങ്ങൾ, അതായത് ഡിസ്ചാർജ് സമ്മറിയിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി കേട്ടോന്ന് ഉറപ്പുവരുത്തണം. ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചാല് ഇവരുടെ പേരിൽ, അതായത് പറഞ്ഞു കൊടുത്തില്ല എന്നൊരു കംപ്ലൈന്റ് വരാനായിട്ട് പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പേഷ്യന്റ് കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിയിരിക്കാം. ഓക്കെ, 9, patient who requests discharge against medical advice shall be explained the risk and informed consent policy. ഇനി against medical advice, അതായത് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിന് അങ്ങനെ പോയാൽ ഉണ്ടാകുന്ന റിസ്കുകളെ കുറിച്ചും കൺസെന്റ് പോളിസിയെ കുറിച്ചും ഇൻഫോം ചെയ്തിരിക്കണം. ചില പേഷ്യൻസ് ഞാൻ പറഞ്ഞു അല്ലെ, അവർ തനിഷ്ടപ്രകാരം പോകാം. അങ്ങനെ പോകുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവരോട് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാലുണ്ടാകുന്ന റിസ്കിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ദെൻ പോകുമ്പോൾ കൺസെന്റ് പോളിസി സൈൻ ചെയ്യാനും കൂടി ആ വിവരങ്ങളോട് എന്ത് ചെയ്യണം? ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ദെൻ 10th point, patients who request discharge against medical advice shall be, അത് പറഞ്ഞല്ലോ. 10th point, patient who leave the hospital against medical advice have to be explained on the consequence of LAMA and signature to be obtained in LAMA from inpatient report. അതായത് വൈദ്യോപദേശത്തിനെതിരായി, ഡോക്ടറുടെ അഡ്വൈസിനെതിരായിട്ട് ഡിസ്ചാർജ് ആവശ്യപ്പെടുന്ന രോഗികൾക്ക് ലാമയുടെ, അതായത് ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയും ഇൻ പേഷ്യന്റ് രേഖയിൽ ലാമ ഫോമിൽ ഒപ്പ് അവരുടെ വാങ്ങിക്കുകയും വേണം. അതാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പോകുന്ന വ്യക്തികളോട് എന്ത് ചെയ്യണം? അതായത് ഇപ്പോ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയിട്ട് പോകുന്ന വ്യക്തികളോട് അവരോട് കൂടുതൽ കാര്യങ്ങൾ, പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അത് ഇൻപേഷ്യന്റ് റെക്കോർഡ് ഉണ്ട്, അതായത് പേഷ്യന്റ്, അതായത് ആ ഒരു വാർഡിൽ എത്ര പേര് അഡ്മിറ്റ് ആയി കിടക്കുന്നോ അവരുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു റെക്കോർഡാണ്. അതിനകത്ത് എന്ത് വേണം? അതിനകത്ത് ഈ പോകുന്ന വ്യക്തിയുടെ സൈൻ വാങ്ങിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. Then 11th point, a patient who comes to casualty, take treatment and leave hospital with CMO, consent as OP consultations are given prescription based on patient's condition. ഇനി
കാഷ്വാലിറ്റിയിൽ വന്ന് ചികിത്സയെടുത്ത് ആശുപത്രി വിടുന്ന ഒരു രോഗിക്ക് CMO ആണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ മനസ്സിലാക്കി CMOയുടെ സമ്മതത്തോടെ OP കൺസൾട്ടേഷനുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നത്. ഓക്കെ, അത് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു രാത്രി നമുക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വരെയാണെന്ന് വിചാരിക്കാം. വയറുവേദന വന്നു, ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു, രാത്രിയാണ്, അതുകൊണ്ട് എന്ത് പ്രവർത്തിക്കില്ല? OP വർക്കിംഗ് ആയിരിക്കില്ല. ഓക്കെ, നമ്മൾ നേരെ ഇങ്ങോട്ടാ ചെല്ലുക, കാഷ്വാലിറ്റിയിലാണ് ചെല്ലുക അല്ലെ. കാഷ്വാലിറ്റി ചെല്ലുമ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും അല്ലെ. അതായത് ഈ ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയിലുള്ള ഏതെങ്കിലും ഒരു എന്താ പറയാ കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടിയിലുള്ള ഒരു ആളുണ്ടാകും. ആള് നമ്മളെ വന്ന് പരിശോധിക്കും. ഇപ്പൊ വയറുവേദനയാണ്, നല്ല പെയിൻ ഉണ്ട്. അപ്പൊ സാധാരണ എന്താ ചെയ്യുക? ഒരു ഇഞ്ചക്ഷൻ എടുക്കുക ചെയ്യുക അല്ലെ. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒന്ന് ഒബ്സർവേഷനിൽ നമ്മൾ വെക്കുക അല്ലെ. അതായത് നമുക്ക് അന്ന് അവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? വയറുവേദന എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് അവിടെ നിന്ന് നമ്മളെ വിടില്ല. അങ്ങനെ ആ ഒരു നൈറ്റ് മുഴുവൻ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റൽ, ആ ഒരു കാഷ്വാലിറ്റിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിറ്റേ ദിവസം ആകുമ്പോൾ നേരിയ കുറവുണ്ട്, എന്നാലും എന്തല്ല സാറ്റിസ്ഫൈഡ് അല്ല ഡോക്ടർ. കാരണം എന്താ? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇടവിട്ട് പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ എന്ത് ചെയ്യും? സ്കാനിനായിട്ട് അവര് നമ്മളോട് പറയും, സ്കാൻ ചെയ്തിട്ട് വരാനായിട്ട് പറയും. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞാല് പിന്നീട് എങ്ങോട്ടാ വിടുക? OPയിലേക്കാ വിടുക അല്ലെ. കാരണം പിറ്റേ ദിവസം രാവിലെയായി OP പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അല്ലെ. 8 മണിയോട് കൂടി OP പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് വിടുന്നു. ആരുടെ നിർദ്ദേശപ്രകാരം വിടുന്നേ? അതായത് ആ ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയാണ് OPയിലേക്ക് നമ്മളെ റെഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയും എന്ത് വരാം? OP റെഫറൻസ് വരാം. അല്ലെങ്കിൽ ഈ ഒരു ഇതും എന്ത് തന്നെയാണ്? ഒരു ഡിസ്ചാർജിന്റെ രീതി തന്നെയാണ് ഉള്ളത്. കാഷ്വാലിറ്റിയിൽ വന്ന ഒരാള് അവിടെ നിന്ന് പിറ്റേ ദിവസം പോകുന്നത് നേരെ എങ്ങോട്ടാണ്? OPയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് 12ാമത്തേത്, the hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. ഓരോ ആശുപത്രിയിലും ഒരു സംഘടിത ഡിസ്ചാർജ് പ്ലാനിംഗ് ഉണ്ടെന്നും, അതായത് ഇവിടെ ഓർഗനൈസ്ഡ് ഡിസ്ചാർജ് പ്ലാനിങ്ങിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? സംഘടിത ഡിസ്ചാർജ് പ്ലാനിങ് എന്ന് പറയുന്നത് കേട്ടോ. അത് രോഗിയുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുമെന്നും ഭരണകൂടം ഉറപ്പാക്കണം. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് എല്ലാ ഹോസ്പിറ്റലിലും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് പ്ലാനിങ് ഉറപ്പുവരുത്തേണ്ടതും. ഇതുമൂലം അതായത് എല്ലാ തരത്തിലും അത് പ്ലാനിങ്, ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളിലും നല്ല രീതിയിൽ പ്ലാനിങ് ആയിട്ടാണ്, നല്ല രീതിയിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ സ്ഥാപനം എന്ത് ചെയ്യും? നല്ല രീതിയിൽ പ്രവർത്തിക്കും. അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അതിൽ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ കാര്യവും. ഓരോ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കുകയാണെങ്കിൽ അവിടെ വരുന്ന രോഗികൾക്ക് അത് സംതൃപ്തി വരുത്താനായിട്ട് ഇടയാക്കും. സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ട് അവർക്ക് ഉണ്ടാകും. ഓക്കെ, ഇതാണ് എന്ത്? ഈ ഒരു ഹോസ്പിറ്റൽ ഡിസ്ചാർജിന്റെ പോളിസി ആൻഡ് പ്രൊസീജിയർ കേട്ടോ. ക്ലിയർ ആയോ? 12 പോയിന്റ്സും ക്ലിയർ ആയോ? എയ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു വാർഡ് സിസ്റ്റർ അല്ലെങ്കിൽ വാർഡിൽ ഡ്യൂട്ടി ഉള്ള ഒരു നഴ്സിന്റെ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യന്റിന്റെ ബില്ലിങ്ങിന് എത്ര സമയം വരുന്നുണ്ട്, അതുപോലെ അവർ പോകാനായിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഇൻഫോം ചെയ്യേണ്ടത്. അതാണ് 8th പോയിന്റ് കേട്ടോ. 12 പോയിന്റും ക്ലിയർ ആണോ? 12th പോയിന്റ് പറഞ്ഞു ഞാനിപ്പോ. ക്ലിയർ? ഓക്കെ. ഇനി അത് താഴെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് രോഗി ഡിസ്ചാർജ് ആകുന്നത്, അതായത് ഡിസ്ചാർജ് ആകുന്ന ഒരു സമയം മുതൽ രോഗി ആ ഒരു ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്ന സമയം വരെയുള്ള നടപടിക്രമങ്ങൾ, എങ്ങനെയാണ് ഒരു ഡിസ്ചാർജിന്റെ പ്രൊസീജിയർ അവിടെ നടക്കുന്നതെന്ന് ഒരു ഫ്ലോ ചാർട്ടിലൂടെ എന്ത് ചെയ്യാണ് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, എളുപ്പമാണ് ഇത് പഠിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താണ്? റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. രോഗി ഡിസ്ചാർജ് ആകുന്നത് ഒരു രേഖാമൂലം ആരാണ് എഴുതുന്നത്? ഡോക്ടറാണ് എഴുതുന്നത് അല്ലെ. രോഗി ഡിസ്ചാർജ് ആയിന്ന് റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടർ രേഖാമൂലം എഴുതുന്നു. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ.
Then informing other departments. Okay, informing other departments എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോ രോഗിയുടെ ഡിസ്ചാർജ് നടക്കുന്നത് ഇപ്പൊ ഡോക്ടർ മാത്രം രേഖാമൂലം എഴുതി കൊടുത്തിട്ട് കാര്യമില്ല അല്ലെ, അത് ബില്ലിംഗ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ രോഗി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ട്രീറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അവിടെയും ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ ജനറൽ വാർഡിലാണ് ഇപ്പൊ പനിയായിട്ടാണ് ഒരു പേഷ്യന്റ് വരുന്നതെങ്കിൽ ആ രോഗി ജനറൽ വാർഡിലായിരിക്കും കിടക്കുന്നത് അല്ലെ. പക്ഷെ ആ ഒരു സമയത്ത്, അതായത് ആ ഒരു എന്താ പറയാ ഒരു ടൈമിൽ തന്നെ രോഗിക്ക് ഡയബറ്റീസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിലോ ഇവരൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യേണ്ട വരും, അവരുടെ ട്രീറ്റ്മെന്റ് കൂടി ഈ രോഗി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ജനറൽ വാർഡിലെ ട്രീറ്റ്മെന്റ് ഉണ്ട്, പ്ലസ് എവിടത്തെ കൂടി ഉണ്ട്, ചിലപ്പോ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ ഒരു നെഫ്രോ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം കൂടി ആവശ്യമാണ്. അവിടുത്തെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാകാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോ ഡിസ്ചാർജ് ചെയ്യുന്ന പോകുന്ന പേഷ്യന്റിന്, അതായത് ഈ രോഗി, അതായത് ഈ 2 തരം ചികിത്സകൾ എടുക്കുന്ന ഈ രോഗി ഡിസ്ചാർജ് ചെയ്ത് പോവാണെന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ കൂടി എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇനി വീട്ടിൽ ചെന്നാലും, അതായത് ഈ ജനറൽ വാർഡില് ഡിസ്ചാർജ് കൊടുത്ത ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ പനിക്കാണ് വരുന്നതെങ്കിൽ ആ പനിയുടെ മരുന്നുകളും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കെയറുകളാണ് വീട്ടിൽ ചെന്നാല് നമ്മൾ എടുക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡയാലിസിസും അതുപോലെ തന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ വേറെ ഡോക്ടർ എന്തായാലും നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പൊ അവരുടെയും കൂടി എന്ത് ചെയ്യണം, അഡ്വൈസ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ എന്തായാലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ, നിലവിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവരെയും കൂടി എന്ത് ചെയ്യണം, അറിയിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, നമ്മളെല്ലാം അറിയിക്കുന്നത് അത് വാർഡ് സിസ്റ്റർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോം ചെയ്യും. ഓക്കെ, മൂന്നാമത്തേത് റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻസ്. അതായത് പേഷ്യന്റ് മെഡിക്കേഷൻസ് എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു, റിട്ടേൺ ചെയ്യുന്നു. ഇപ്പോ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്, ഇപ്പോ രാവിലെയാണ് ഡോക്ടർ വന്നത് അല്ലെ, അതായത് ഒരു 10 മണിയാവും ഡോക്ടർ റൗണ്ട്സിനായിട്ട് വരുമ്പോൾ, അപ്പോഴാണ് നമുക്ക് ഡിസ്ചാർജ് എഴുതുന്നത്. പക്ഷെ അതിനു മുമ്പേ തന്നെ വാർഡ് സിസ്റ്റർ വന്നിട്ട് നമുക്ക് ആ ഒരു ദിവസത്തെ മരുന്നുകൾ തന്നിട്ടുണ്ടാകും. ഓക്കെ ഇല്ലേ, ടാബ്ലറ്റ്സ് ഒക്കെ തരില്ല, ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, അവര് വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കും, മരുന്നുകൾ അന്നത്തെ ആ ദിവസം കഴിക്കാനുള്ള മരുന്നുകൾ അവർ തന്നിട്ടാണ് നമുക്ക് പോകുന്നത് അല്ലെ. ഇപ്പൊ ഡിസ്ചാർജ് ആയി പോകുന്ന വ്യക്തിക്ക് ആ മരുന്നുകളുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഇപ്പൊ രാവിലെ ചിലപ്പോൾ കഴിക്കാം, ഉച്ചയ്ക്കും രാത്രിയിലുള്ള മരുന്നുകൾ ചിലപ്പോൾ ബാലൻസ് ആയിട്ട് അവിടെ ഇരിക്കും. ആ മരുന്നുകൾ എന്താ ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നു. അതാണ് അവിടെ എന്ത് പറയുന്നത്, റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് പിന്നെ എന്താണ് നടക്കുന്നത്, അടുത്തതായിട്ട് ഇത് 3 കഴിഞ്ഞതിന് ശേഷം പിന്നെ നടക്കുന്നത് പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. അതായത് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു വിഭാഗത്തിൽ എന്ത് നടക്കുകയാണ്, ഇവരുടെ ബില്ല് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡിസ്ചാർജ് ആയി പോകുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ പ്രിപ്പറേഷൻ, അതായത് ബിൽസിന്റെ പ്രിപ്പറേഷനും പ്രോസസ്സിങ്ങും നടക്കുന്നു. ഓക്കെ, അതായത് അവിടെ ഒരു ബില്ല് റെഡിയാക്കുന്നു എന്നർത്ഥം കേട്ടോ. അതിനുശേഷം ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ ബില്ലൊക്കെ റെഡി ആയി വന്നതിന് ശേഷം പിന്നെ എന്താ നോക്കുന്നേ, അതായത് മോഡ് ഓഫ് പേയ്മെന്റ് എന്താണ് നോക്കും. ഒന്നില്ലെങ്കിൽ ക്യാഷ് ആകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആകാം. ഓക്കെ, അതായത് ക്യാഷ് ഉള്ള വ്യക്തികൾക്കാണെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് നമുക്ക് അവിടെ അടയ്ക്കാം. ഇനി ഇൻഷുറൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ പൈസ അടക്കേണ്ട ആവശ്യമുണ്ടോ, ഒന്ന് കമന്റ് ചെയ്തേ. ആർക്കൊക്കെയാണ് ഇൻഷുറൻസ് ഉള്ളത്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്, കമന്റ് ചെയ്തേ. ഇൻഷുറൻസ് ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ചിലർക്കൊക്കെ ഉണ്ട്, ചിലർക്കൊക്കെ ഇല്ല. അപ്പോ ഇൻഷുറൻസ് എന്തെങ്കിലുള്ള ചില ഗുണങ്ങളുണ്ടല്ലേ. ഭൂരിഭാഗവും മെജോറിറ്റി ഇവിടെ കാണിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇൻഷുറൻസ് ഉള്ളത് വളരെയധികം നല്ലതാണ്. ഇൻഷുറൻസ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അധികം ഒന്നും വേണ്ട, അതായത് ഒരു നിശ്ചിത നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു പ്രീമിയം അടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഷുറൻസ് അടച്ച് നമ്മുടെ ലൈഫ് ഒന്ന് എന്ത് ചെയ്യാം, സേഫ് ആയിട്ട് വെക്കാം. ഓക്കെ,
അപ്പോ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയും. എന്നാലും ജസ്റ്റ് ഒന്ന് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോകില്ല, ക്യാഷ് പോകില്ല, അല്ലെ? നമ്മളിപ്പോ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവര് നമ്മളോട്, അതായത് ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ നമ്മൾക്ക് ഇൻഷുറൻസ് തരുന്നത്, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എടുക്കുന്നതിന് മുമ്പ് അവരുടെ റെപ്രസെന്റേറ്റീവ് നമ്മുടെ അടുത്ത് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലും, നമുക്കൊരു ഫോം തരും, അല്ലെ? ആ ഫോമിലെ എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. നമ്മുടെ പേരുണ്ടാവും, ഡീറ്റെയിൽസ് ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? അതുകൂടാതെ പ്രീമിയം തുക ഉണ്ടാവും. എത്ര അതായത് ഒരു മാസത്തിൽ എത്ര രൂപയാണ് നമ്മൾ ഇതിന്റെ പ്രീമിയം അടക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ടാകും. അതുകൂടാതെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്, ഇപ്പൊ ഇന്ന് ഞാനൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ, ഇന്നാണ് ഞാൻ ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എനിക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുവാണെങ്കിൽ, അത് ആ ഒരു ഫോമിൽ ഫിൽ ചെയ്യണോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഫിൽ ചെയ്യേണ്ട ആവശ്യം വരുമോ? ഫിൽ ചെയ്ത് കൊടുക്കണോ? എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിലോ രോഗത്തിന് മരുന്ന് കഴിക്കുകയാണെങ്കിലോ ഫിൽ ചെയ്ത് കൊടുക്കണോ നമ്മള്? കമന്റ് ചെയ്യ് വേഗം. യെസ് ഓർ നോ? യെസ് അല്ലെ? എന്തിനാണ് അങ്ങനെ നമ്മള് ആ ഒരു ഇത് കാര്യം ചെയ്തു കൊടുക്കുന്നത്? എന്തിനാ? നമ്മളത് മറച്ചു വെക്കാനായിട്ട് പാടുണ്ടോ? എന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നിലവിൽ ആ ഒരു ഇൻഷുറൻസ് ഫിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുവാണെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം, അല്ലെ? രേഖപ്പെടുത്തി വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഞാൻ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ ഞാൻ ആ ഒരു ഫോം അവര് തന്നപ്പോൾ, അതായത് കുറെ രോഗങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ തരും, അതിനകത്ത് ടിക്ക് ഇട്ടാൽ മതി നമ്മള്. അപ്പോ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, അതായത് കൊളസ്ട്രോൾ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ പറയുകയാണ് എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, ഞാൻ അതിന് മരുന്ന് കഴിക്കുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തി വെക്കണം. പക്ഷെ എന്താണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ട്, ഞാൻ എന്ത് ചെയ്തു? മറച്ചു വെച്ചു. ഓക്കെ, ഇനി നമ്മളിപ്പോ 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്രീമിയം അടയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഇൻഷുറൻസിന് നമ്മൾ നമുക്ക് എന്തായാലും ക്ലെയിം കിട്ടും, അല്ലെ? ദെൻ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് എന്താണ് ഇത്, അതായത് ഞാൻ എന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്, എനിക്ക് ഹാർട്ടിന് ഒരു പ്രശ്നം വന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ നേരെ ഡോക്ടറെ ചെല്ലുകയാണ്. എനിക്ക് ആരാണോ കൊളസ്ട്രോളിന്റെ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ തന്നത് അദ്ദേഹത്തിന് തന്നെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം പറയാണ്, കൊളസ്ട്രോൾ കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയിട്ട് ഹാർട്ടിന്റെ എന്താ പറയാ ആ ഒരു വെയിൻസിനൊന്നും എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഒരു സർജറിക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്? സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് എന്തായാലും സർജറി ചെയ്തേ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷൻ വരികയാണ്. പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. ദെൻ സർജറി ചെയ്ത് കഴിഞ്ഞു. സർജറി ചെയ്തതിന് ശേഷം ഡിസ്ചാർജ് ആയി പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോ ഞാൻ എന്ത് ചെയ്യേണ്ട? ക്യാഷ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട്. അവരതിൽ നിന്ന് എന്ത് ചെയ്യും? സർജറിയുടെ പൈസ എടുത്തോളൂ, അല്ലെ? 1 ലക്ഷം രൂപയാണ് സർജറിക്ക് വേണ്ടി ചെലവായ തുക എങ്കിൽ അതെന്ത് ചെയ്യും? ഇൻഷുറൻസ് എടുക്കും, അല്ലെ? അപ്പൊ അവര് ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് കിട്ടാൻ? ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ സബ്മിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് അവർ കണ്ടുപിടിക്കുകയാണ്, അതായത് ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഇതിന്റെ റീസൺ എന്ന് പറയുന്ന കൊളസ്ട്രോൾ ആണ് സർജറിയുടെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകൾ ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കുന്നത് ഹോസ്പിറ്റൽ റിപ്പോർട്ടിൽ ഉണ്ട്. അപ്പൊ എനിക്ക് അവിടെ എന്തായി? എനിക്കവിടെ ക്ലെയിമിന്റെ റിജക്ട് ചെയ്യുക ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ഞാൻ കള്ളത്തരം പറഞ്ഞുകൊണ്ട് എന്ത് പറ്റി? എന്റെ ക്ലെയിം റിജക്റ്റ് ആയി. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ആ പൈസ 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി എന്റെ കയ്യിൽ നിന്ന് എന്ത് വേണ്ടി വരും? അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ്, എന്തെങ്കിലും ഒരു രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ചില കാര്യങ്ങളും കൂടി പറയാം. നമ്മള് ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയിട്ട്, ഒരു പേഷ്യന്റ് ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അയാൾക്ക് ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളില് ഇൻഷുറൻസിന്റെ റെക്കോർഡ്സ് ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സർജറിയുടെ തുക ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരില്ല. ഹോസ്പിറ്റലിൽ തന്നെ
അതായത് ഇന്ന ഹോസ്പിറ്റലിന് ഇന്ന മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടായിരിക്കും ടൈപ്പ് ഉണ്ടാവുന്നത്. അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ഹോസ്പിറ്റൽ എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. അവർക്ക് പ്രത്യേക ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആ ഒരു ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് 24 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക, അതിൽ നിന്ന്, അതായത് ആ ആക്സിഡന്റിന്റെ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള തുക അതിൽ നിന്ന് പിൻവലിക്കാനായിട്ട് സാധിക്കുക. ഇനി ആക്സിഡന്റ് ഇതേ പേഷ്യന്റ് തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തിന് ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് വരിക. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? പൈസ അടയ്ക്കും. ഇപ്പൊ 1 ലക്ഷം രൂപയാണ് വരുന്നതെങ്കിൽ ആ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അടച്ചതിന് ശേഷം 35 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാല് ഇൻഷുറൻസ് കമ്പനി എത്ര തുകയാണ് നമ്മൾ അവിടെ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യും? തിരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് 2 കാര്യങ്ങൾ കേട്ടോ. അപ്പൊ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്യാഷ് പേയ്മെന്റ് നടത്തണ്ട. പകരം സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ നേരിട്ട് പൈസ അടച്ചതിന് ശേഷം 35 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു തുക, നാം എത്ര തുകയാണ് അടച്ചത് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മെഡിസിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഇൻഷുറൻസ് ആണ്, പല കവറേജുകളും ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുള്ള ഒരു ആള്, അദ്ദേഹത്തിന്റെ ഫാമിലീസ്, പിന്നെ പ്രായമായിട്ടുള്ള അച്ഛനമ്മ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം? അതായത് ഈ ഇതിനകത്ത് ആ ഒരു ഇൻഷുറൻസ് കവറേജിൽ അവരൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ഇനി ഗവൺമെന്റ് എംപ്ലോയിയുടെ, ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന്റെ 1 വയസ്സ് വരെയുള്ള എല്ലാ ചികിത്സാ കാര്യങ്ങളും ഈ മെഡിസിപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്ലെയിമിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അവിടെ ചെയ്യുന്നത്, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില കേസുകളിൽ എന്ത് കിട്ടില്ല? ഇൻഷുറൻസ് കിട്ടില്ല. അതായത് ഇപ്പോ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സിലെ കാർ റേസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കെടുത്തിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടില്ല. അതുപോലെ തന്നെ നാർക്കോട്ടിക്സ്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ ചികിത്സയൊക്കെ തേടുകയാണെങ്കിൽ അതിനെന്ത് കിട്ടില്ല? ഇൻഷുറൻസിന്റെ ക്ലെയിമിൽ അത് വരില്ല. ദെൻ റൂട്ട് കനാല്, നമ്മളുടെ എന്താ പറയാ, പല്ലൊക്കെ ഒന്ന് നേരെയാക്കണം, നല്ല ഭംഗിയിൽ പല്ല് ഒക്കെ ഉണ്ടാവണം എന്ന് വിചാരിച്ച് നമ്മൾ റൂട്ട് കനാല് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടില്ല? ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടില്ല. പക്ഷേ ആക്സിഡന്റ് പറ്റി പല്ലിന് ഡാമേജ് പറ്റുവാണെങ്കിൽ അതിന് ഡോക്ടർ റൂട്ട് കനാല് നിർദ്ദേശിക്കുവാണെങ്കിൽ അതിനെന്ത് കിട്ടും? ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടും. സാധാരണ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റൂട്ട് കനാലിന് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? നമുക്ക് ക്ലെയിം കിട്ടില്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി, അതായത് നമ്മുടെ മുഖം ഒന്ന് നേരെയാക്കണം, നല്ല ഭംഗിയുള്ള മുഖമാക്കണം എന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് ഇൻഷുറൻസിന്റെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് കിട്ടില്ല? ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടില്ല. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് എന്ത് കിട്ടില്ല? ചില റീസൺസ് കൊണ്ട് ഇൻഷുറൻസിന്റെ ക്ലെയിം കൊടുക്കാറില്ല. ഇതിനകത്ത് 1 അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ്, 2 നാർക്കോട്ടിക്സ്, 3 ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി, 4 റൂട്ട് കനാല്. ഇതൊക്കെ ഇതിൽ വരില്ല, ഇൻഷുറൻസിന്റെ ക്ലെയിമില് വരുന്നതല്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയോ? കുറച്ചു കാര്യം മാത്രമാണോ പറഞ്ഞത്? ഓക്കെ, ഇനിയും ഉണ്ട് ധാരാളം കാര്യങ്ങൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതാണ്, ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്. ഇപ്പൊ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അടക്കാം, ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണ്ട? പൈസ അടക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് എന്ത് ചെയ്യും? നമുക്ക് അതിൽ നിന്ന് അവര് എടുത്തോളൂ അല്ലെ? ഓക്കെ, ദെൻ അടുത്തത് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. ഇപ്പൊ നമ്മളിപ്പോ ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് അവിടെ ഹാജരാക്കുവാണെങ്കിൽ അവര് അത് വെരിഫിക്കേഷൻ നടത്തും. ഏതൊക്കെ, അതായത് ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ഇത് നമുക്ക് തരുന്നത്, അതിന്റെ വെരിഫിക്കേഷൻസ് കാര്യങ്ങൾ, നമ്മൾ എത്ര നാളായി ഇത് അടച്ചുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസിന്റെ ക്ലെയിം നമുക്ക് പാസ്സാക്കി കിട്ടുക. ഓക്കെ, ദെൻ അടുത്തത് ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. ഓക്കെ, അപ്പോ ഈ ഒരു ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം, എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം പേഷ്യന്റിനോട് പറയാണ് ബില്ലടക്കാനായിട്ട് ഇൻഫോം ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ബില്ലടക്കാനായിട്ട് ഇപ്പോ ക്യാഷ് ആണെങ്കിൽ, ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ ക്യാഷ് എന്നടക്കാനായിട്ട് പറയും. ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ ആ പേഷ്യന്റ് അവിടെ ചെല്ലാനായിട്ട്, ഹാജരാവാനായിട്ട് പറയാറുണ്ട്. അതാണ് എന്ത്? ഇൻഫോമിംഗ് വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്.
ദെൻ സെറ്റിൽമെന്റ് ഓഫ് ബില്ല്. പിന്നെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എടുക്കുന്ന, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആണെങ്കിൽ ഇവിടെ ചെന്നിട്ട് അതിന്റെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു. അയാളെ കൊണ്ട് സൈനൊക്കെ വാങ്ങിക്കുന്നു, പേഷ്യന്റിനെ കൊണ്ട് സൈനൊക്കെ വാങ്ങിക്കാനുള്ള പ്രൊസീജിയർ സെറ്റിൽമെന്റ് ഓഫ് ബില്ലിനാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ബില്ല് അടച്ചതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ് ആണ്. ഡിസ്ചാർജ് സമ്മറി എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, അതെന്ത് ചെയ്യും? നമ്മൾ നേരെ ഫാർമസിയിലേക്ക് കൊണ്ടു ചെല്ലും. അവിടെ നിന്ന് എന്ത് മേടിക്കും? അതായത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള മരുന്നുകൾ നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോ കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. ഓക്കെ, അതുപോലെ തന്നെ ആ മരുന്നുകളുടെ കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ആ മരുന്നുകൾ കഴിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുകൂടാതെ നമ്മുടെ കയ്യിൽ തന്നുവിടുകയാണ് എന്ത്? ഡിസ്ചാർജ് സമ്മറി. ആ ഒരു ഷീറ്റ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ തന്നുവിടും. ദെൻ അടുത്തത് അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ഇനി നമ്മള് ഇതൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ അടച്ച് മരുന്നുകളൊക്കെ വാങ്ങിച്ച് ബാഗും മറ്റൊക്കെ പാക്ക് ചെയ്ത് പോവാനായിട്ട് നിൽക്കാണ് അല്ലെ? നമുക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ വേണം. വാഹന സൗകര്യങ്ങൾ ഇല്ലാത്ത പേഷ്യൻസിനാണെങ്കിൽ അത് ഒരുക്കി കൊടുക്കേണ്ട, റെഡി ആയി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അത് ഈ ഒരു ഹോസ്പിറ്റലിനാണ്. അപ്പോ വാഹനങ്ങളില്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ വാഹനങ്ങൾ, അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് പേഷ്യന്റിനോട് ചോദിച്ചതിന് ശേഷം ഒരു വെഹിക്കിൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് ട്രാൻസ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു വാഹനം റെഡിയാക്കി കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം HIS. അതായത് ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷനും മറ്റും, അതായത് ഈ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി എന്നുള്ള ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തി വെക്കുന്നു. അതുപോലെ തന്നെ ഈ പേഷ്യന്റിന്റെ അഡ്മിഷൻ, അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ആ പേഷ്യന്റിന്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? HIS നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നു. HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്ത് കളയുന്നു. അതായത് നിലവിൽ ആ പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റഡ് അല്ല, അങ്ങനെയുള്ള വിവരം എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നു. ഓക്കെ, അതായത് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് പേഷ്യന്റ് ഇപ്പൊ ഡിസ്ചാർജ് ആയി പോയി, ആരെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു വിസിറ്റർ വന്നിട്ട് പേഷ്യന്റിനെ കാണണം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൽ അത് കിടപ്പുണ്ടെങ്കിൽ എന്താണ്? അവിടെയുള്ള സ്റ്റാഫ് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കും. ഇന്ന റൂമിലാണ് അല്ലെങ്കിൽ ഇന്ന വാർഡിലാണ് ഇയാൾ കിടക്കുന്നത് പറഞ്ഞു കൊടുക്കും. അപ്പോ ടോട്ടൽ കൺഫ്യൂഷൻ അവിടെ വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ റിമൂവ് ചെയ്ത് കളയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഈ ഒരു ഡിസ്ചാർജ് പ്രൊസീജിയർ ഫ്ലോ ചാർട്ടിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താണ്? റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ, then informing other department, returning of patient medications, preparation and processing of bills, check mode of payment, cash or insurance, verification with the respective insurance providers if any, inform wants to pay the bill by patient, settlement of bill, collecting discharge medications, explain medications and provide discharge summary, arrange transportation if needed, then documentation of discharge and remove patient from HIS. Okay, clear ആണോ? പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ഫ്ലോ ചാർട്ട് ക്ലിയർ ആണോ? അതായത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക റീഅറേഞ്ച്ഡ് സെന്റൻസസ് എന്നാണ് വരിക. റീഅറേഞ്ച് തന്നെ, അതായത് ഈ ഒരു ക്രമം തെറ്റായിട്ട് കൊടുക്കും, നിങ്ങളോട് ശരിയായിട്ടത് എഴുതാനായിട്ട് പറയും. അങ്ങനെയാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഓർഡർ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് തെറ്റുകൂടാതെ പഠിച്ചു വെക്കണം. ഓക്കെ, അതേപോലെ തന്നെ എന്നാൽ മാത്രമേ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ട്, അതായത് ഒരു തെറ്റായിട്ടുള്ള അറേഞ്ച്മെന്റിൽ നിങ്ങൾക്ക് തന്നിട്ട് അത് റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡിസ്ചാർജ് സമ്മറി. കുറെ നേരമായാലും നമ്മൾ പറയുന്നത് ഡിസ്ചാർജ് സമ്മറി എന്ന്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത് നോക്കാം. എ ഡിസ്ചാർജ് സമ്മറി ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട് prepared by a health professional at the conclusion of hospital stay. It is often the primary mode of communication between the hospital care team and aftercare providers.
ഓക്കെ. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഓക്കെ. ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ തന്നെയാണ് കേട്ടോ. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആരാണ് ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത്? ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് പറയുന്നത് എന്താണ്? ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയും. ഓക്കെ. ഇനി എപ്പോഴാണ് ഈ ഡിസ്ചാർജ് സമ്മറി റെഡിയാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്? അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് എ ഹോസ്പിറ്റൽ സ്റ്റേ, അതായത് ഹോസ്പിറ്റൽ ദിവസത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതൊരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ആര് തമ്മിലുള്ള? ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്. അതായത് ഹോസ്പിറ്റൽ കെയർ ടീം എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾ, ഇപ്പൊ ഡോക്ടർ ആവാം, നേഴ്സ് ആവാം, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ കെയർ ടീം എന്ന് പറയുന്നത് അവരെയാണ്. ഇനി അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് അവരെന്ന് പറയുന്നത് പേഷ്യന്റ് വീട്ടിൽ ചെന്നാല് വീട്ടില് പേഷ്യന്റിനെ നോക്കുന്ന ആളിനെയാണ് ഇത് പറയുന്നത് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അത് ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് തന്നെയാണ് ചിലപ്പോൾ നോക്കുന്നത്. ഇനി റിലേറ്റീവ്സ് ഇല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിന് എന്ത് ചെയ്യാം? രോഗിക്ക് നോക്കാനായിട്ട് അവിടെ അപ്പോയിന്റ് ചെയ്യാം, അല്ലെ? രോഗിയെ നോക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഇവരെയാണ് നമ്മൾ എന്ത് പറയും? രോഗിയെ ആരാണോ ശുശ്രൂഷിക്കുന്നത് അവരെയാണ് എന്ത് പറയുന്നത്? ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ആര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? ഈ ഒരു ഹോസ്പിറ്റൽ കെയർ ടീമും ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് രോഗി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ വീട്ടിൽ ചെന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ടാവും. ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് ഇതനുസരിച്ചിട്ടാണ് രോഗിയെ ശുശ്രൂഷിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലിന് എന്താണോ രോഗിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ആ കാര്യങ്ങൾ ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തുന്നു. അത് നടപ്പിലാക്കേണ്ടത് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. എന്തിനെ? ഡിസ്ചാർജ് സമ്മറിയെ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് പല ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലെ? 3-4 ചോദ്യങ്ങൾ തന്നെ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാം അല്ലെ? ഓക്കെ. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. അതൊരു ചോദ്യം അല്ലെ? അതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഒരു ഹെൽത്ത് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എപ്പോഴാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് എ ഹോസ്പിറ്റൽ സ്റ്റേ, ഹോസ്പിറ്റൽ ദിവസത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇതൊരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആര് തമ്മിലുള്ള? ഹോസ്പിറ്റൽ കെയർ ടീമും ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും. ക്ലിയർ ആണോ ഡിസ്ചാർജ് സമ്മറി? ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഡിസ്ചാർജ് സമ്മറി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. Then the discharge summary shall include, എന്തൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നത് നോക്കാം. The reason for admission, significant findings, diagnosis and patient condition at discharge. Okay, അതായത് അഡ്മിഷൻ ഉള്ള റീസൺ എന്താണ്? രോഗി എന്തായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, അതിന്റെ റീസൺ ഉണ്ടായിരിക്കണം ഡിസ്ചാർജ് സമ്മറിയിൽ. ദെൻ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, അതായത് രോഗി വരുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ദെൻ ഡയഗ്നോസിസ്, രോഗനിർണയം എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ടെസ്റ്റുകളും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ രോഗത്തെ അല്ലെങ്കിൽ അയാൾക്കുള്ള പേഷ്യന്റിനുള്ള ഡിസീസിനെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ വിവരങ്ങളൊക്കെ എന്തിൽ രേഖപ്പെടുത്തിയിരിക്കണം? ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് കണ്ടീഷൻ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കണം. പേഷ്യൻസ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്. ചില പേഷ്യന്റ് ഫുൾ ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുണ്ടാവും, ചിലവര് മീഡിയം ആയിരിക്കുള്ളൂ, അതായത് അധികം അങ്ങോട്ട് സുഖമായിട്ടുണ്ടാവില്ല. വന്ന ആ ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തതല്ലാണ്ട് ഭയങ്കരമായിട്ട് ഫുൾ എല്ലാം മാറി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആയി പോകുന്ന പേഷ്യന്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ രേഖപ്പെടുത്തി വെക്കണം. ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്താണോ ആളുടെ മെഡിക്കൽ കണ്ടീഷൻ അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കണം. രണ്ടാമത്തേത് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, ലബോറട്ടറി റിസൾട്ട് അല്ലെ? ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മുമ്പത്തൊരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്? ഒന്ന് കമന്റ് ചെയ്തേ. ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്താ? ഒന്ന് കമന്റ് ചെയ്തേ. ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എന്താ?
ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതാണ് അല്ലെ. അത് ബ്ലഡ് ടെസ്റ്റ് ആകാം, അല്ലെങ്കിൽ എക്സ്റേ ആവാം, MRI ആവാം. ഇതിന്റെയൊക്കെ റിസൾട്ടുകള് കൃത്യമായിട്ടും എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം? ഡിസ്ചാർജില് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അതായത് ഒരു എക്സ്റേ എടുത്തപ്പോ ആ എക്സ്റേയിൽ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് ഡിസ്ചാർജ് സമ്മറിയിൽ മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ടെസ്റ്റുകൾ എന്തെങ്കിലും നടത്തി, ഇപ്പൊ കൗണ്ട് കൂടുതലാണ്, അല്ലെങ്കിൽ BSR കൂടുതലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലഡ് ടെസ്റ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? അത് രേഖപ്പെടുത്തിയിട്ട് അതിന്റെ മെഷർമെന്റ് എത്രയാണോ അത് വരുന്നത് ആ ഒരു എണ്ണം കൂടി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കണം. തന്നെ മൂന്നാമത്തേത് the medications given and procedure done if any. അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് രോഗിക്ക് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കാനായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടായിരിക്കണം. ദെൻ നാലാമത്തത് ഫോളോ അപ്പ് അഡ്വൈസ്. രോഗി വീട്ടിൽ ചെന്നാല് പാലിക്കേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. അതായത് ഇപ്പോ രോഗിയുടെ ഫുഡ് പ്ലാനിൽ മാറ്റം വരുത്തുന്നുണ്ടാകാം, അല്ല രോഗി ചിലപ്പോ ഇനി ഫിസിയോതെറാപ്പിക്ക് രോഗിയെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. ഇതൊക്കെ എന്തിലാണ് വരുന്നത്? ഫോളോ അപ്പ് അഡ്വൈസിലാണ് വരുന്നത്. രോഗി വീട്ടിൽ ചെന്നാല് ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, medications and other instructions and how to obtain urgent care in an understandable manner. അതായത് ഇതിനകത്ത് പറയുന്നത് മരുന്നുകളും അതുപോലെ തന്നെ രോഗി പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻസും നല്ല രീതിയിൽ, അതായത് നല്ല രീതിയിൽ രോഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിചരണം രോഗിക്ക് കൊടുക്കാം. ഓക്കെ. നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് രോഗിക്ക് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് മെഡിക്കേഷൻസും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും കൊടുത്തുകൊണ്ട് രോഗിയെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? പരിചരിക്കാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത് കൊടുക്കുന്നത്, ലാസ്റ്റ് വണ്ണിൽ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. അതായത് മരുന്നുകളും അതുപോലെ തന്നെ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് രോഗിക്ക് മികച്ച രീതിയിലുള്ളൊരു അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു പരിചരണം രോഗിക്ക് നല്ല രീതിയിൽ ലഭിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഇതിൽ വരുന്നത്, ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ എന്താണ്? റീസൺ ഫോർ അഡ്മിഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, ഡയഗ്നോസിസ് ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ആൻഡ് ഡിസ്ചാർജ്. Then second one, the investigation result, laboratory result. And third one, the medications given and procedures done. Fourth one, follow-up advice. And fifth one, medications and other instructions and how to obtain urgent care in an understandable manner. Okay. Clear or no? നേരത്തെ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസിന്റെ 4 റീസൺസ് പറയാനായിട്ട്. അതായത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാത്ത റീസൺ ആണോ പറഞ്ഞത്? എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. മിസ്സേ ഫ്ലോ ചാർട്ട് ഒന്ന് പറയോ? ഫ്ലോ ചാർട്ട് പറയണോ അല്ലെ? ഓക്കെ. ഓക്കെ. ഫ്ലോ ചാർട്ടിൽ ആദ്യം വരുന്നത് റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ ആണ് അല്ലെ. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ എന്ന് പറഞ്ഞാല് ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ ഡിസ്ചാർജ് ആയിന്ന് രേഖാമൂലം എഴുതുന്നു. ഡിസ്ചാർജ് സമ്മറിയിലാണ് കേട്ടോ അത് എഴുതുന്നത്. അതായത് ഈ പേഷ്യന്റ് ഡിസ്ചാർജ് ആയിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ഓർഡർ കൊടുക്കുന്നു. രണ്ടാമത്തത് ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ ഇൻഫോം ചെയ്യുക. ചിലപ്പോ ഈ ഒരു രോഗി എന്ന് പറയുന്നത് ജനറൽ വാർഡില് ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഒരു രോഗിയായിരിക്കാം. പക്ഷേ ആ രോഗിക്ക് മറ്റു പല ഡിപ്പാർട്ട്മെന്റിന്റെ
സർവീസ് ആവശ്യമായിട്ട് വരാം, അവരുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരാം, അതുപോലെ തന്നെ അവര് കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് രോഗി കഴിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ രോഗി ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ രോഗി മരുന്ന് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ രോഗി കൺസൾട്ടേഷൻ ചെയ്യുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം, പോകാൻ നേരത്ത് അറിയിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്. ദെൻ മൂന്നാമത്തത് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്, അതായത് രോഗിക്ക് ബാലൻസ് വന്നിരിക്കുന്ന മരുന്നുകൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അതാണ് ഇത് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നാലാമത്തേത് പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്, ബില്ലുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ പ്രോസസ്സിംഗും മറ്റും നടക്കുന്നു. ദെൻ ഈ ഒരു ബിൽസിന്റെ കാര്യങ്ങൾ, അതായത് പ്രിപ്പറേഷൻ കഴിഞ്ഞാല് മോഡ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് നോക്കുന്നു. ഒന്നില്ലെങ്കിൽ ക്യാഷ് ആകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആകാം. ക്യാഷ് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ക്യാഷ് എടുക്കേണ്ടി വരും. ഇൻഷുറൻസ് ആണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, കട്ട് ചെയ്യാണ് വരിക. നമ്മള് പൈസ അടക്കേണ്ട ആവശ്യമില്ല, ഇൻഷുറൻസിൽ നിന്ന് പിടിച്ചോളും. ഓക്കെ. ദെൻ വെരിഫിക്കേഷൻ. ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഇൻഷുറൻസ് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് അവൈലബിൾ ആണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതൊക്കെ ആ ഫോമിൽ കൃത്യമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏതൊക്കെ ജില്ലകളിലാണ്, ഇപ്പൊ പല ജില്ലകളിൽ പല ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ജില്ലയിൽ ഈ ഒരു ഇൻഷുറൻസ് അവൈലബിൾ ആണോ എന്ന് കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് പല ഇൻഷുറൻസ് കമ്പനികളും പല ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇപ്പോ മെഡിക്കൽ ഇൻഷുറൻസിന്റെ, ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും ആലോചിക്കാതെ തന്നെ എന്ത് ചെയ്യാം, അതിനകത്ത് ചേരാം. കാരണം എന്താ, നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് ഇത് ചെയ്യാം. ഇപ്പൊ സർജറി ആവശ്യമാണെങ്കിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിലോ എന്ത് ചെയ്യാം, നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ ഈ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ഒരു ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്, വളരെയധികം ഹെൽപ്ഫുൾ ആണ്, അല്ലെ? അപ്പൊ കൃത്യമായിട്ട് അത് നോക്കി വെക്കണം. ഏത് ഹോസ്പിറ്റൽ, ഏതൊക്കെ ജില്ലകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ഹോസ്പിറ്റലാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉണ്ടോ അവൈലബിലിറ്റി, അതൊക്കെ നോക്കിയിട്ട് വേണം ആ ഇൻഷുറൻസിൽ ചേരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ദെൻ അടുത്തത് വരുന്നത് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി, അതായത് ഏത് കമ്പനിയാണ് നമുക്ക് ഇൻഷുറൻസ് തരുന്നത്, അതിന്റെ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എത്ര നാളായി നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് പാസ്സാക്കുന്നത്. പിന്നെ അടുത്തത് ഇൻഫോം വാണ്ട്സ് ടു പേ ദ ബിൽ ബൈ പേയ്മെന്റ്, അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം രോഗി അറിയിക്കാണ് ബില്ല് പോയി അടക്കാനായിട്ട് രോഗിയോട് പറയും. ഇനി ബില്ല് അടക്കുന്ന പേഷ്യന്റ്, ഇൻഷുറൻസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവിടെ ചെന്ന് സൈൻ ചെയ്യാനാണ് പറയാ. ഓക്കെ, അത് രണ്ടും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ സെറ്റിൽമെന്റ് ഓഫ് ബിൽ. പിന്നെ എന്താ ചെയ്യുന്നത്, ബില്ല് രോഗി സെറ്റിൽ ചെയ്യുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് മെഡിക്കേഷൻസ് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അതായത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മെഡിക്കേഷൻസ് കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. പിന്നീട് എന്താ ചെയ്യുന്നത്, അതായത് ഈ ഡിസ്ചാർജ് സമ്മറി രോഗിക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിനകത്തുള്ള മെഡിക്കേഷൻസ് എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതായത് എത്ര നേരമാണ് മരുന്ന് കഴിക്കേണ്ടത്, ഏതൊക്കെ ടാബ്ലറ്റ് ആണ് കഴിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് ഫാർമസിയിൽ നിന്ന് ഇൻഫോർമേഷൻ രോഗിക്ക് ലഭിക്കുന്നു. ഓക്കെ. അടുത്തത് അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ഇനി രോഗിക്ക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഇല്ലെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കും. Okay. The last one, documentation of discharge and remove patient from HAS. ഇനി പേഷ്യന്റ് ഡോക്യുമെന്റേഷൻ നടത്തുന്നു. കൂടാതെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് പേഷ്യന്റിനെ റിമൂവ് ചെയ്യുന്നു. അതായത് ഡിസ്ചാർജ് ആയി പോയി എന്നതിന് എന്ത് ചെയ്യുന്നു, അവിടെ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് എന്ത് അവർ ഫ്ലോ ചാർട്ടിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആയോ ചോദിച്ച ആൾക്ക്? ഓക്കെ.
നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങളാണെങ്കിൽ എന്തൊക്കെയാ ചെയ്യുക? അതായത് നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയല്ലേ, അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് ദിവസം നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡോക്ടർ ആരാണോ അദ്ദേഹത്തിനെ ഒന്ന് മനസ്സിലൊന്ന് വിചാരിക്കാം. അദ്ദേഹം അത് എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു ഓർഡർ ചെയ്യാണ്, അതായത് റിട്ടേൺ ഓർഡർ അവിടെ എഴുതാണ്, ഡിസ്ചാർജ് ആയി ഒരു എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വാർഡിൽ ചെന്ന് സിസ്റ്ററോട് പറയുമല്ലോ ഡോക്ടറുടെ ആ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി എന്നുള്ളത്, അല്ലെങ്കിൽ നഴ്സ് ഡോക്ടറുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പൊ അവർക്ക് എന്താണ് ഡിസ്ചാർജ്, അപ്പോ ചിലപ്പോൾ ഡോക്ടർ എഴുതുന്നുണ്ടാവില്ല, ചിലപ്പോൾ നഴ്സ് ആയിരിക്കാം എഴുതുന്നത് ഡിസ്ചാർജ് ആയി എന്നുള്ള ഒരു കുറിപ്പ് അവിടെ എഴുതുന്നത്. ഇനി ബാലൻസ് വരുന്ന മരുന്നുകൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും അല്ലെ, പേഷ്യന്റ് തന്നെ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴെ എന്ത് നടക്കുന്നുണ്ട്, ബിൽസും കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളോട് വന്ന് പറയാണ്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ് കാണിക്കാനായിട്ട് പറയാണ്. ഓക്കെ, അത് നമ്മൾ ഇൻഷുറൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ അത് നമ്മൾ കൊണ്ടു കൊടുത്ത ശേഷം അത് അവര് ചെക്ക് ചെയ്യും. ഇൻഷുറൻസ് ഏത് കമ്പനിയാണ്, എത്ര നാളായി നമ്മൾ അടക്കുന്ന, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. അതിനുശേഷം ഈ ഒരു ചെക്ക് അവരവരുടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് റൂമിലൊക്കെ വാർഡിലൊക്കെ പോകാനായിട്ട് പറയും. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് സിസ്റ്റർ വന്നിട്ട് പറയാം, നമ്മളോട് ബില്ല് അടയ്ക്കാനായിട്ട് പറയും. ഓക്കെ, അവിടെ ചെല്ലാനായിട്ട് പറയും. ഓക്കെ, ദെൻ അവിടെ ചെന്നപ്പോ ക്യാഷ് ആണ് എന്റെ കയ്യിലുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ക്യാഷ് അടയ്ക്കും. ഇപ്പൊ ഒരു 10,000 രൂപയാണ് ക്യാഷ് ആയിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ആ ബില്ല് അവിടെ സെറ്റിലായി അല്ലേ. അതിനുശേഷം മരുന്ന് മേടിക്കാനായിട്ട് പറയുന്നു, മരുന്ന് മേടിച്ചിട്ട് പോകാനായിട്ട് നമ്മൾ പറയുന്നു. മരുന്ന് മേടിക്കുന്നു, മരുന്ന് മേടിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ മരുന്ന് നമുക്ക് തരുന്നു. കൂടാതെ ഫാർമസിസ്റ്റ് നമ്മളോട് പറയാണ് നമ്മുടെ മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. ഇനി നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നു. നമ്മൾ പോയതിനു ശേഷം അവർ നമ്മൾ എന്ത് ചെയ്യുന്നു, NCDസിൽ നിന്ന് മൂവ് ചെയ്യും. ക്ലിയർ ആണോ? ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഞാൻ അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. നമുക്ക് 3 മാസം കൂടുമ്പോ ഒരു എക്സാം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ സെപ്റ്റംബറിലാണ് ഇനി ആ ഒരു എക്സാം വരേണ്ടത്. അപ്പൊ അതിന്റെ ഡേറ്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്ത് നിഷ മിസ്സിനോട് ചോദിച്ചോളൂ കേട്ടോ. മിസ് ഇപ്പൊ വരുമല്ലോ, മിസ്സിന്റെ ക്ലാസ് അല്ലേ, മിസ് ഇൻഫോം ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. നന്നായിട്ട് വായിക്കാം കേട്ടോ. മനസ്സിലായത് കാര്യത്തിലൊക്കെ വായിക്കാതിരിക്കരുത്, നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം.